പീറ്റർ ഹെയിൻ നമ്മൾ പറയുമ്പോൾ ഇവൻ ഭയങ്കര ഫൈറ്റും പരിപാടിയും ഒക്കെ പ്രതീക്ഷിച്ചു എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ അതിന് മറുവശമുണ്ട്. മാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ ഒട്ടും കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടി നമുക്ക് വേണ്ട. പ്രിപ്പയർഡ് ആണെന്ന് തോന്നാത്ത രീതിയിലുള്ള പക്ക സ്പോണ്ടേനിയസ് ആയിട്ട് ഫീൽ ചെയ്യണം എല്ലാം. ഇവിടെ ഞാനൊരു പടത്തിന് ഒരു ഫൈറ്റിന് മുടക്കുന്ന പൈസക്കാണ് നിങ്ങളൊരു ഫുൾ പടം. എനിക്കത് ഭയങ്കര കൗതുകമാണ്. ഇതിൽ അഭിനയിച്ച് ഇഷ്ടപ്പെട്ട സീൻ ഏതായിരുന്നു? ആള് പൊളിയാ. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓളമാണ്. വേറെ ആൾക്കാരെ തെറ്റിച്ചാലാ ഗോപിക്ക് അവരൊക്കെ പെട്ടെന്ന് ശരിയാക്കി ഗോപിക്ക് ഓൾമോസ്റ്റ് ആ സീനിൽ എല്ലാവരുടെയും ഡയലോഗ് അറിയാം. ഇടിയൻ ചന്തു ഡയറക്ടർ ശ്രീജിത്ത് വിജയൻ, ആക്ടേഴ്സ് വിഷ്ണു, ഗോപികൃഷ്ണൻ. നമസ്കാരം. സിനിമ കണ്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ സിനിമ കാണാനുള്ള എൻ്റെ ഒരു ഇതെന്തായെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെ ദീപക് ദേവിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് പീറ്റർ ഹെയിൻ വിഷ്ണുവിന് വേണ്ടി സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്യുന്നു, പിന്നെ സിനിമ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന്. അതായിരുന്നു ആദ്യത്തെ ഒരു ഘടകം എന്നുള്ളത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ സിനിമ കാണാൻ പോയത്. അപ്പോൾ ഉടനെയാണ് നിങ്ങളെ വിളിച്ചത് ഇന്റർവ്യൂവിന് വേണ്ടി. എങ്ങനെയാണ് പോകുന്നത് തിയേറ്ററിൽ? തിയേറ്ററിൽ നല്ല റെസ്പോൺസാണ്. തിയേറ്ററിൽ സിനിമ കണ്ടിട്ട് അപ്പം നമ്മൾ ഈ +2 പിള്ളേരുടെ ഒരു വൈബ് കണ്ടന്റാണ് നമ്മൾ ഇനീഷ്യലി പ്രൊമോട്ട് ചെയ്തത്. പക്ഷെ ഇന്നലെ സെക്കൻഡ് ഷോ ഒക്കെ ഫാമിലി ഓഡിയൻസ് ഇത് കണ്ട് ചിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. വിഷ്ണു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ പടം കൂടിയല്ലേ, അപ്പം അതൊരു ഉത്തരവാദിത്വം എക്സ്ട്രാ ആണല്ലോ. അപ്പൊ അത് ആ ഒരു പേടിയൊക്കെ മാറി കിട്ടിയോ? സേഫായോ? സേഫായോന്ന് വെച്ചാല് ഇപ്പൊ എല്ലാ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോ ഞങ്ങൾ സേഫ് ആയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോ കൂടുതൽ ആൾക്കാർ കണ്ടു കഴിയുമ്പോഴാണല്ലോ അതൊക്കെ ഒരു. പക്ഷെ ഇപ്പൊ ഓരോ ഷോ കഴിയുമ്പോഴും ആൾക്കാര് കൂടി വരുന്നുണ്ട്. ഇപ്പൊ തിയേറ്റേഴ്സ് കൂടുതൽ വേറെ തിയേറ്ററുകാര് പടം കണ്ടിട്ട് ഞങ്ങൾക്ക് കൂടി വേണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നത് തന്നെ. അതെ അതെ. പിന്നെ തിയേറ്റേഴ്സിന്റെ എണ്ണം പിന്നെ കൂട്ടി. കാരണം മറ്റു തിയേറ്റേഴ്സും കൂടി ഞങ്ങൾക്കും കൂടി തരാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ നല്ല വാർത്തയാണ്. ഈ ഇത് പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസ് ചെയ്യാമെന്നും കൂടി തീരുമാനിക്കാനേ ഈ കഥ കേട്ടപ്പോ സ്ട്രൈക്ക് ചെയ്ത ഒരു സാധനം എന്തായിരുന്നു? ഇതിന്റെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. കാരണം എൻ്റെ അടുത്ത് വരുന്ന കഥകൾക്കൊരു എല്ലാത്തിനും അല്ലെങ്കിൽ പോലും ഒരു മേജർ പടങ്ങൾക്കൊരു പൊതു സ്വഭാവം കാണാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഐഡിയ ഉള്ളൊരു പടമായതുകൊണ്ടും ക്യാരക്ടറൈസേഷനിൽ ഒരു പുതുമയുള്ളതുകൊണ്ടും എനിക്ക് എന്തായാലും ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നീട് ഇത് ഡെവലപ്പായി വരുമ്പോൾ പിന്നെ ഇത് ഒട്ടും ഇത് നമ്മൾ ശ്രീതട്ടൻ കൺസീവ് ചെയ്തതിൽ നിന്നൊട്ടും ഒരു കോംപ്രമൈസ് ചെയ്യാതെ എടുക്കണം എന്നും കൂടി തോന്നിയതുകൊണ്ട് ഞങ്ങൾ പ്രൊഡക്ഷനിൽ ഭാഗമാകാൻ തീരുമാനിച്ചു. ഓക്കെ. ഈ ഒരു +2 കാരനാവാന്നുള്ളതേ അതിനുവേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നോ? ചെയ്തിട്ടുണ്ട്. കുറേ വയസ്സ് കുറച്ചാണല്ലോ അല്ലേ? എന്നുവെച്ചാൽ യഥാർത്ഥ +2 കാരന്റെ പ്രായമല്ല, തോറ്റു പാസ്സാവാതെ ഇങ്ങനെ കിടക്കുവാണല്ലോ. സലീമേട്ടൻ സീനിൽ പറയുന്നുണ്ട് മുതുക്കൻ +2 പാസ്സാവത്തിന് മറ്റുള്ളവരെന്ത് കഴിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്നാലും നമ്മള് എന്റെ ഒറിജിനൽ ഏജ് ഫീൽ ചെയ്യാനും പാടില്ലാത്ത ഇതാണ്. അപ്പൊ അതിനുവേണ്ടി കുറച്ചാള് ഡയറ്റും അങ്ങനെയുള്ള പരിപാടി. ഗോപികൃഷ്ണ, സിനിമയിൽ അഭിനയിച്ചിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വിഷ്ണു ഓക്കെ ആയിരുന്നോ? വിഷ്ണു അച്ഛനെ തോക്കുകൊണ്ടും സീനൊക്കെ ഉണ്ടായിരുന്നില്ലേ? അത് ചെയ്തപ്പോ എന്താ തോന്നിയേ? ഇങ്ങനെ വെച്ചിട്ട് വിടുന്നവനെ ഞാൻ പറയും. അതിന് പേടിച്ചിട്ട് ആടെ സാഡാണ്. വിഷമ. ഇതിൽ അഭിനയിച്ചിട്ട് ഇഷ്ടപ്പെട്ട സീൻ ഏതായിരുന്നു? പ്രാന്തി. അതാ ഇഷ്ടമേ? അതെന്താ? ഞാനും വിഷ്ണുവും തേനിയും എന്റെ തുടക്കി കൂടി ഒരുമിച്ച് ഫ്രണ്ട്സായി ഡാൻസ് കളിച്ചു, വെയ്യ കുളിച്ചു. നമുക്ക് തണുത്ത് കുളിച്ചാലോ എന്ന് ചോദിച്ചു. അതെ. എന്നിട്ട് കേക്ക് മുണിച്ചിട്ട് എനിക്ക് വാങ്ങി തരും, വിഷയം കൊടുക്കും, എല്ലാവരും കൂടി ഡാൻസ് കളിക്കും. ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയല്ലേ? അല്ല, ഓഫർ ഉണ്ടായിരുന്നു. ഇറങ്ങി കഴിയുമ്പോ ശ്രീതേട്ടൻ ഇങ്ങനെ മേടിച്ചു കൊടുത്തോ? ഭയങ്കര
വിഷ്ണു സെറ്റിൽ എങ്ങനെയായിരുന്നു? വിഷ്ണു അഭിനയിപ്പിക്കാൻ സോറി ഗോപി സെറ്റിൽ എങ്ങനെയായിരുന്നു അഭിനയിപ്പിക്കാൻ? ഗോപി ഇപ്പൊ നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്ന പോലെ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. പിന്നെ അറിയാലോ ആളുടെ കുറച്ച് ഒരു ഇടക്ക് ചില വേർഡ്സ് കിട്ടാണ്ടൊക്കെ വരുമ്പോഴുള്ള പുള്ളിയുടെ സെൽഫ് പ്രഷറുകൾ പുള്ളിക്ക് കയറും. പക്ഷെ പുള്ളി തന്നെ അത് കുറച്ചു നേരം മാറിയിരുന്ന് റിലാക്സ് ചെയ്ത് സെറ്റായിട്ട് ഭയങ്കര അതായത് സിനിമ കണ്ടിട്ട് ഞാനും വിഷ്ണു നല്ല തിയേറ്റർ വിസിറ്റ് നടത്തിയപ്പം ഞങ്ങളെ ഏറ്റവും എക്സൈറ്റ് ചെയ്തൊരു പോയിന്റ് അതാണ്. ഗോപിയെ പോലെ ഒരു ആക്ടർ ബിഗ് സ്ക്രീനിൽ നിന്ന് പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് അമ്മമാര് ഒക്കെ ഭയങ്കരമായിട്ട് കൈയടിക്കുകയും ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാടോ നമ്മൾ ഈ സിനിമ കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഗോപിയെ പോലെ ഒരു ആക്ടറെ ഗോപി ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് തിയേറ്ററിൽ വന്നില്ല, OTT ആയിരുന്നു. അപ്പം തിയേറ്റർ സ്ക്രീനിൽ ഗോപിയെ പോലെ ഒരു ആക്ടറെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. നല്ല കുറെ മൊമെന്റ്സ് ഓഡിയൻസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ആള് പൊളിയാ. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓളമാണ്. വേറെ ആൾക്കാർ തെറ്റിച്ചാലാ ഗോപിക്ക് അവരൊക്കെ ഗോപിക്ക് ഓൾമോസ്റ്റ് സീനിൽ എല്ലാവരുടെയും ഡയലോഗ് അറിയാം, എല്ലാം സെറ്റ് ആയിട്ടാണ്. പിന്നെ അച്ഛനമ്മനൊന്നും സെറ്റ് കയറ്റൂല, ദൂരെ എവിടെയെങ്കിലും പോയിരുന്നോളാം. ആള് വേറെ ചില്ല് മൈൻഡാണ് അവിടെ വന്നിട്ട്. പിന്നെ അമ്മയും പറയും ഞാൻ അവിടെ വന്നാൽ ശരിയാവൂല, അവൻ അവിടെ ചെയ്തോണ്ടിരുന്നോട്ടെ എന്ന് പറയുന്നത്. നമ്മള് ഈ പടത്തിനെ കുറിച്ച് പറയുമ്പോഴേ ടൈറ്റിലും ഒക്കെ കേട്ടിട്ട് അപ്പൊ ഇതില് തമാശ ഉണ്ടോ അപ്പൊ എന്റെ ക്യാരക്ടറിന് തമാശയുടെ ഏരിയയിലില്ലാത്ത പടം കണ്ടല്ലോ. അപ്പൊ പടത്തിലും അങ്ങനെ ഒരു തമാശ ഉണ്ടെന്ന് നമ്മൾ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തന്നെ അത് ബോണസ് ആയിട്ട് ഇരുന്നോട്ടെ, വേറൊരു മൂഡിലുള്ള പടമാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ തിയേറ്ററിൽ നമുക്ക് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞാല് ഗോപി വാ തുറന്നാൽ വർക്കാണ്. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. ഗോപിയുടെ അച്ഛനും കൂടി ഇരുന്നിട്ട് ഇരിക്കണ്ടായി. അച്ഛന്റെ കൂടെ അല്ലേ ഇന്നലെ സിനിമ ഉണ്ട്? അച്ഛന്റെ സിനിമ ഇഷ്ടായോ? ആണോ? തിരികെ ചെയ്തിട്ട് മുഖ്യമന്ത്രി കത്തൊക്കെ അയച്ചില്ലേ അഭിനയം നല്ല അല്ലേ? ആ കത്തിൽ എന്താ CM എഴുതിയിരുന്നേ? ജോലി കിട്ടാനുണ്ട്. ജോലി. ഓക്കെ. ഇപ്പം വിഷ്ണുവിനെ പീറ്റർ ഹെയ്ൻ ആണ് കൊറിയോഗ്രാഫർ എന്ന് ഈ സിനിമ തീരുമാനിക്കുമ്പോ തന്നെ ആദ്യത്തെ ഒരു തോട്ടിലൊക്കെ തന്നെ വന്നായിരിക്കുമല്ലോ അല്ലേ? അതോ ഇല്ല, വേറെ മാസ്റ്റർ വെച്ചിട്ട് അതിന്റെ ഡേറ്റ് ഇഷ്യൂ ഇതൊക്കെ ഉണ്ടായി. അതിന്റെ ഇടയിലാണ് എങ്കിൽ പിന്നെ പീറ്റർ ഹെയ്നെ ട്രൈ ചെയ്തു. നമ്മൾ എന്തായാലും വലിയൊരു പരിപാടിയാണ് നോക്കണെന്ന് പറഞ്ഞത് വെറുതെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചു നോക്കിയതാണ്. വിളിച്ചു നോക്കിയപ്പോ പുള്ളി ഡേറ്റ് ഇല്ല. എന്നാലും ആരെയും കോണ്ടാക്ട് ചെയ്തേ? പുള്ളിയുടെ നമ്പർ ഒപ്പിച്ച് ആദ്യം മാനേജറെ കോണ്ടാക്ട് ചെയ്തു, പിന്നെ പുള്ളി ഡയറക്ടർ. അപ്പൊ ഡേറ്റ് ഇല്ലാന്നല്ലോ. ഡേറ്റ് ഇല്ലാന്നല്ല, പുള്ളി അവൈലബിൾ ആവില്ല എന്നുള്ളതിലായിരുന്നു. എന്നാലും പുള്ളിനോട് സംസാരിച്ചു നോക്കിയപ്പോ പുള്ളി കഥ കേട്ടു. കഴിഞ്ഞപ്പോ പുള്ളിക്ക് ഭയങ്കര വർക്കായി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പേഴ്സണലി ഇത് കണക്ട് ആയി. പുള്ളിയുടെ ചൈൽഡ്ഹുഡും നമ്മുടെ സിനിമയിലെ ചന്തുവിന്റെ ചൈൽഡ്ഹുഡും ഏകദേശം സിമിലർ ആണെന്ന് പുള്ളി പിന്നീട് പുള്ളി നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് വീട്ടിലെ സീനൊക്കെ പുള്ളി വന്നിട്ട് അത് ഞാൻ ഷൂട്ട് ചെയ്തോളാം എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കാണ്. ശ്രീചേട്ടനപ്പോ സന്തോഷം. അതെന്താ ചെയ്തോ? അതായത് പുള്ളിയാണ് അത് ഡയറക്ട് ചെയ്തത് അല്ലേ? പുള്ളിയാണ് ചെയ്തത്. ഞാൻ ഭയങ്കര കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു വലിയൊരു എക്സ്പീരിയൻസ്. ഇപ്പം എല്ലാവരും പറയും പീറ്റർ ഹെയ്ൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഇവൻ ഭയങ്കര ഫൈറ്റും പരിപാടിയും ഒക്കെ പ്രതീക്ഷിച്ചു എന്നൊക്കെ ആളുകൾ പറയുമ്പം അതിന് മറുവശമുണ്ട്. ഈ നമ്മൾ ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് 300ഓളം വിദ്യാർത്ഥികളെ വെച്ചിട്ടാണ്. ഈ 300 വിദ്യാർത്ഥികളും ഒരു 10-40ഓളം മറ്റേ സ്റ്റണ്ട് ഫൈറ്റേഴ്സും ഇവരൊക്കെ കൂടി വർക്ക് ചെയ്യുമ്പോൾ ഒരു കുട്ടിക്ക് പോലും ഒരു പരിക്കേൽക്കാതെയാണ് നമ്മൾ ഈ സിനിമ തീർത്തത്. ഒരു മുറിവോ അങ്ങനെ വല്ല കയ്യോ കാലോ ചെറുതായിട്ട് പൊട്ടിയിട്ടെന്നുള്ളത് ഒഴിച്ചിട്ട് ഒരു പരിക്കില്ലാണ്ട് നമ്മൾ ചെയ്തു. ആ സിനിമയുടെ ക്ലൈമാക്സ് രംഗം കണ്ടാൽ അത് റിയലായിട്ട് അങ്ങനത്തെ ഒരു ഇൻസിഡൻസ് നമ്മൾ ഒരുപാട് നാട്ടിൽ കണ്ടിട്ടുണ്ട്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയും തള്ളിയാൽ തന്നെ കയ്യും കാലും ഒടിയുന്ന ആളുകളാണ്, മനുഷ്യന്മാരാണ്. അപ്പം ഇതിന്റെ ഇടയിൽ ഈ 100-300 പിള്ളേർ ഇങ്ങനെ കിടന്ന് കാണിച്ചിട്ട് ഒരാൾക്ക് പോലും പരിക്ക് പറ്റില്ല എന്ന് പറയുന്നത് പീറ്റർ ഹെയ്ന്റെ
ക്രെഡിറ്റ് ആണ്. ആ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ക്യാപ്ചർ പുള്ളിയെ കൊണ്ടുവന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവർക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നാളെ ഞാനും വിഷ്ണു ഏത് പൊസിഷനിൽ നിൽക്കും ഇല്ലേ? അപ്പൊ നമുക്ക് പുള്ളി വന്നപ്പോ തന്നെ പുള്ളി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, മെഡിക്കൽ ടീം അങ്ങനെ ഇങ്ങനെ പുള്ളി പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ട്. നമ്മള് ഷൂട്ടിംഗ് കോസ്റ്റിനേക്കാളും കൂടുതൽ ഇപ്പുറത്ത് പ്രിക്വേഷൻ കോസ്റ്റ് ആണ് അയക്കണത്. അപ്പം അതെല്ലാം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇൻഷുറൻസ്, ഇത്രയും പിള്ളേർക്ക് ഇൻഷുറൻസ് ചെയ്യണം. പിന്നെ ഇവർക്ക് എന്തെങ്കിലും പറ്റില്ല, അല്ലെങ്കിൽ ഇവരുടെ പാരന്റ്സ് വിടോ? കണ്ണും കൈയും കാലും ഒക്കെ വിലപ്പെടും, കുഞ്ഞുങ്ങളാണ് വിലപ്പെടും. അപ്പൊ ഇൻഷുറൻസ് ചെയ്യണം. ഇങ്ങനെ എത്രയോ ലെയറുകൾ കടന്നിട്ടാണ് നമ്മളത് ചെയ്തേക്കുന്നത്. അത് നമ്മളിവിടെ സാധാരണ ഒരാളെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമില്ല, അതാടാ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ഇത് പോകും. പുള്ളി വരുമ്പോൾ കിട്ടുന്ന ഒരു പ്രൊഫഷണലിസം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, എന്ത് വേണ്ട എന്നുള്ള ഒരു സ്റ്റണ്ട് ചെയ്യുമ്പോൾ എന്ത് വേണ്ട എങ്ങനെയായിരിക്കണം എന്നുള്ള സാധനം ഉണ്ടല്ലോ. അതെ, അത് വളരെ കൃത്യമായിട്ട്. കാരണം പുള്ളി ഇന്നലെ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് പറഞ്ഞ റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷിക്കാട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ സാറേ ഈ മൊമെന്റിൽ സാറിന്റെ വകാന്ന് വെച്ചപ്പോ, എടോ ഞാനൊരു പടത്തിന് ഒരു ഫൈറ്റിന് മുടക്കുന്ന പൈസക്കാണ് നിങ്ങളൊരു ഫുൾ പടം. എനിക്കത് ഭയങ്കര കൗതുകമാണ്. നിങ്ങള് അതായത് ഇപ്പം ഒരു പുഷ്പ പോലത്തെ ഒരു പടത്തിന് ഒരു 8-10 മിനിറ്റിൽ താഴെ വരുന്ന ഒരു ഫൈറ്റ് രംഗത്തിന് ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നതിന്റെ പകുതി പൈസക്ക് നിങ്ങൾ എന്നെ വെച്ചിട്ട് ഒരു സിനിമ തീർത്ത്. അപ്പോ നിങ്ങൾ കൊള്ളാട്ടോ. പുള്ളി ആ ആംഗിളാണ്. ഈ പോയിന്റിൽ നിന്ന് തിരിച്ചു ചിന്തിക്കുമ്പോ സിനിമ കണ്ടിട്ടാണ് ഈ അഭിപ്രായം പറയണത്, ആംഗിളാണ്. അപ്പം പുള്ളി പറഞ്ഞത്, പുള്ളിയുടെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോ എങ്ങനെയാണോ പുള്ളിയുടെ മനസ്സിൽ വന്ന വിഷ്വല്, ഇത് വേണ്ട അത് വേണ്ട, ചന്തു അങ്ങനെ പറന്നിടിക്കണ്ട, മറ്റേത് ഇങ്ങനെ ഇടിക്കണ്ട, അങ്ങനെ ഇടിക്കണ്ട എന്നൊക്കെ പുള്ളി എങ്ങനെയാണ് വിചാരിച്ചത് അത് അങ്ങനെ തന്നെ പുള്ളിക്ക് എടുക്കാൻ പറ്റുന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ പുള്ളി ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് റഫറൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഇതിന്റെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് പോലത്തെ സെയിം ഒരുപാട് റഫറൻസ് വീഡിയോസ് യൂട്യൂബിൽ കിടക്കും. ഒരു +2 സ്കൂളിന്റെ തല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇങ്ങനത്തെ അടികളാണ് കാണാൻ പറ്റുന്നത്. അല്ലാണ്ട് അവിടെ ഒരു നായകൻ വില്ലൻ ഇടിച്ചിട്ട് വില്ലൻ മറ്റേ ഗോൾ പോസ്റ്റുമ്പോ പോയി തല അടിച്ച് പൊട്ടിത്തെറിച്ചു പോകുന്ന അങ്ങനത്തെ പരിപാടികളൊന്നും കേരളത്തിൽ ഇല്ല. ഈ പീറ്റർ ഹെയിന്റെ നേതൃത്വത്തിൽ അത് ചെയ്യാന്നുള്ള, ആ ലീഡർഷിപ്പിൽ അത് ചെയ്യാന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഈ ആക്ടിവിറ്റി ചെയ്യണമല്ലോ, ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് ഭയങ്കര എക്സ്പീരിയൻസാ. ഇതിലിപ്പോ ഒരു ഷോട്ടിൽ പോലും മിനിമം 100 താഴെ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റില്ല. ഏറ്റവും ആ ക്ലൈമാക്സ് ഫൈറ്റിന്റെ കാര്യമായിട്ടാണ് പറയണത്. അതില് എല്ലാ ഷോട്ടിലും ഉണ്ട് മിനിമം 100ഓളം പേര്. അപ്പൊ 100-400ഓളം പേരാണ് മൊത്തം ആ ഫൈറ്റ് സീക്വൻസിലുള്ളത്. അപ്പൊ കൂടുതലും യൂസ് ചെയ്തേക്കണൊക്കെ വൈറ്റ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ. നമ്മള് എന്നോട് രാവിലെ ആലിഞ്ചേട്ടൻ പറയാം, കോമ്പാക്ട് ഷോട്ടൊക്കെ വെച്ചിട്ട് നമ്മള് ഫൈറ്റിന് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണമെങ്കിൽ, പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ആ റിയൽ സാധനം പിടിച്ചതൊക്കെ അതിന് വേറൊരു ഫീൽ ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ പ്രൊഡ്യൂസർ വിളിച്ചു പറയാറ്. വിഷ്ണുവിന് തന്നെ ഈ സിനിമയെ ബന്ധപ്പെട്ട പരിക്കുകളൊക്കെ പറ്റിയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചരിത്രമുണ്ട്, ഒരു കുഴപ്പമുണ്ട് അല്ല. അതിപ്പോ അപ്പൊ ഇങ്ങനെ ഒരു ഇടി പടം ചെയ്യാന്ന് പറയുമ്പോഴേ ആ ഒരു എന്തെങ്കിലും ഒരു ടെൻഷനോ അങ്ങനെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു കൺസേൺ ഓബിയസ്ലി ഉണ്ടാവുമല്ലോ. പക്ഷെ എന്നാലും എനിക്ക് മുൻപ് പറ്റിയ അപകടങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഞാൻ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യം ചെയ്തിട്ടല്ല ഒരിക്കലും അപകടം പറ്റിയിട്ടുള്ളത്. കയ്യിലേക്ക് ഒരു വിളക്ക് വന്നപ്പോൾ അതിൽ എണ്ണ തുളുമ്പിപ്പോയി. ഒരു എണ്ണ തുളുമ്പിയാൽ മാക്സിമം എന്ത് പറ്റുമെന്ന് നമുക്കൊക്കെ മനസ്സിൽ ധാരണ ഉണ്ടല്ലോ. ആ ധാരണ അല്ല ശരിക്കും എണ്ണ തുളുമ്പിയാൽ സംഭവിക്കാന്നുള്ളത് തുളുമ്പി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ വേറൊരു പടത്തിൽ അപകടം പറ്റിയതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സീക്വൻസിലാണ്. അതിനേക്കാളും ഭീകരമായ പലതും ചെയ്തിട്ട് നമ്മള് അത്യാവശ്യം സ്കില്ലുള്ള ആളാണ് ഞാൻ, അതാണ് എന്റെ വിശ്വാസം. ഇത് നിസാരമായിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഓടി ഇങ്ങനെ തിരിയണ സ്ഥലത്ത് ബേബി മെറ്റലിൽ കാല് പൂണ്ടുപോയി, അങ്ങനെയാണ് വീണത്. അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല. അതേപോലെ പറ്റിയ 2 അപകടവും നിസാര കാര്യത്തിൽ, അത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ അത് പുറമേ നോക്കുമ്പോ അങ്ങനെ പറയുമെങ്കിലും ഈ പറഞ്ഞ ആൾക്കാർക്ക് എന്റെ വേറെ എന്തെങ്കിലും പറ്റുമ്പോഴത് മനസ്സിലാവും. ഞാൻ പക്ഷെ തിരിച്ചാരോടൊന്നും അങ്ങനെ അതിനെക്കുറിച്ച് ക്ലാരിറ്റി കൊടുക്കാൻ പോവാറില്ല. കാരണം അവര് നമ്മളുടെ ഒരു ഉള്ള സ്നേഹം കൊണ്ടാണ് ഈ പറയണത്. അവർക്കറിയില്ല എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നുള്ളത്. അതുകൊണ്ട് പറയണത്. അതുകൊണ്ട് എനിക്ക് അതില് വിരോധമൊന്നുമില്ല. ഇതിനി പറഞ്ഞോണ്ട് മറ്റേത് പറയാൻ പറ്റില്ല കഥ. ചേച്ചി എന്നോട് പറഞ്ഞു പീറ്റർ ഹെയിൻ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറയും, അതിനൊക്കെ അനുസരിച്ച് തുള്ളാൻ പോകരുത് എന്ന് പറയാം.
ഞാൻ പറയില്ല ചേച്ചി അതൊക്കെ കെയർഫുൾ ആയിട്ട് തന്നെ പുള്ളി തന്നെ വളരെ എല്ലാം സേഫ്റ്റി മെഷേഴ്സ് എടുത്ത് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞേക്കണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പിൽ ചേച്ചിയുടെ പോർഷൻ എടുക്കാനുണ്ട്, അത് പുള്ളിയാണ് എടുക്കണേന്ന് പറഞ്ഞപ്പോൾ ഞാനതൊക്കെ നോക്കിക്കണ്ട് ഇപ്പോഴും. പക്ഷെ പുള്ളി ഫീഡ് ചെയ്തത് ശ്രീജിത്തേട്ടനായിരുന്നു. ശ്രീജിത്ത് രവിയോടാണ് ഇങ്ങനെ വേണം മോട്ടിവേറ്റ് ചെയ്ത് ശ്രീജിത്തേട്ടനെ എനർജി കൂടിയിട്ട് ലളിത ചേച്ചിനെ പിടിച്ചൊരു കയറുന്നു. ലളിത ചേച്ചി പോയാൽ മതിൽ വീണ പോർഷൻ. അത് കഴിഞ്ഞ് കുറച്ചു നേരം ലളിത ചേച്ചിക്ക് കൈവേദനയാണ്. അപ്പൊ ബ്രേക്കിന് ഊണ് കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് എക്സ്റേ എടുത്തേക്കാന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് കഴിയുമ്പോ പൊട്ടലുണ്ട്. ചിരിക്കാൻ പാടില്ല, പക്ഷെ ആ ഉപദേശം ഇതും കണക്ട് ചെയ്യുമ്പോൾ ചിരി വരുന്നത്. അല്ല ചേച്ചിയാണ് നമ്മളെക്കാളും കൂടുതൽ ചിരിച്ചത്. നമ്മള് പാനിക് ആയി. ഞങ്ങള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ പുള്ളിക്കാരി ബാൻഡേജ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ എനിക്ക് അപ്പഴേ അറിയായിരുന്നു ഒന്നാമത് ഇന്ന് പൗർണമിയാണ്, അതാണ് ചേച്ചി വളരെ കൂളായിട്ട് പറയാം. അപ്പൊ ഇത് എല്ലാത്തിനും എന്തോ കാര്യമുണ്ടല്ലോ എന്നൊക്കെ ചേച്ചി അപ്പൊ പറയുന്നുണ്ട്. ഇതിന്റെ സംഭവം എന്താ വെച്ചാല് എന്നിട്ട് ഈ കൈയൊടിഞ്ഞ് 1 മാസം പുള്ളിക്കാരി റെസ്റ്റ് ആയിരുന്നു. ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് പുള്ളിക്കാരിയുടെ കല്യാണ ആലോചന വരുന്നത്, അത് ഫിക്സ് ആവുന്നതും കല്യാണം നടക്കുന്നത് എല്ലാം സെറ്റ് ആവും. ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് എന്നോടും വിഷ്ണുവിനോടാണ് അത് കഴിഞ്ഞിട്ട് റീജോയിൻ ചെയ്തിട്ട് ചേച്ചി വന്നിട്ട് ഞങ്ങളുടെ ചെവിട്ടിൽ വന്നിട്ട് ഈ കാര്യം പറയുന്നത്. ഞാനിങ്ങനെ കല്യാണം ഉറപ്പിച്ചു ആരും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് പറയുന്നുണ്ട്. ചേച്ചി അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ എൻ്റെ ശരീരത്തിലെ ഒരു എല്ല് ബ്ലോക്കായി നിൽക്കുകയായിരുന്നു, അത് പൊട്ടി ഒടിഞ്ഞങ്ങ് പോയി, എന്റെ മറ്റേ വാഹരേഖ അങ്ങ് തെളിഞ്ഞു എന്ന് പറഞ്ഞു. ചേച്ചിയുടെ ഒരു റൂട്ട് ഭയങ്കരമാണ്. ചേച്ചി അങ്ങനെ കൺസീവ് ചെയ്യുന്നത് അത് ഉണ്ടായിരുന്നു. ആ ഒരു എല്ലിന്റെ ഒരു ലോക്ക് ഉണ്ടായിരുന്നു, അത് പൊട്ടണമായിരുന്നു. പൊട്ടിയാലാണ് എന്നിലേക്ക് ഒരു ആള് ചേച്ചി സെറ്റിലൊക്കെ പുള്ളിക്കാരി അങ്ങനെ തന്നെയാണല്ലേ? അയ്യോ ചേച്ചി അടിപൊളിയാണ് സംസാരിച്ചു കഴിഞ്ഞാൽ സമയം പോണ അറിയില്ല. ആണല്ലേ? ഈ ഗോപിക്ക് അടി കൊടുക്കാൻ തോന്നിയോ ഇവരൊക്കെ അടിക്കുന്നുണ്ടപ്പോ? സിനിമയില് അടി കൊടുക്കാൻ തോന്നിയോ? ഒരു സ്റ്റണ്ട് സീനൊക്കെ തരാൻ പറയണ്ടായിരുന്നു. എനിക്ക് തോന്നി, ഇപ്പൊ കൊടുക്കാറില്ല. ഗോപി ഭയങ്കര ഇവരൊക്കെ പാവമായിരുന്നോ സെറ്റില്? ആണോ? വിഷ്ണുവിന്റെ സിനിമകളൊക്കെ ഇഷ്ടാണോ? വേറെ കണ്ടിട്ടുണ്ടോ? വിഷ്ണുവിന്റെ വേറെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇഷ്ടാ? ഏതാ ഇഷ്ടപ്പെട്ട സിനിമ? യമണ്ടം പ്രണയകഥ. അതാണോ ഇഷ്ടായേ? ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാ സിനിമ കാണുമ്പോ? ഇന്റർവ്യൂവിൽ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ടുള്ള പണ്ടൊക്കെ. ഇപ്പൊ വിഷ്ണു. അതെ, ഇപ്പൊ വിഷ്ണു ആണല്ലേ? വേറെ സിനിമയിൽ നിന്ന് ഓഫറൊക്കെ വന്നോ? ശരി, ഒരു ഗംഭീര സംഭവം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ പറയാറായിട്ടില്ല അല്ലെ? ഈ സിനിമ കണ്ടിട്ടേ ആരെങ്കിലും ഒക്കെ വിളിച്ചോ? വിളിച്ചിട്ടുണ്ട്. ആണോ? വിഷ്ണുവിന്റെ വീട്ടിലൊരു ചേച്ചിയാണോ അനിയത്തിയാണോ? ഗോപി. സോറി, ഈ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സാമ്യമുണ്ട്. അല്ല, പേരിന് ഗോപി. അതെ, വിഷ്ണു ഉണ്ണികൃഷ്ണനും ഗോപി. ഓക്കെ, ഗോപികൃഷ്ണന്റെ വീട്ടിൽ ചേച്ചിയാണോ അനിയത്തിയാണോ? ചേച്ചിയുണ്ട്. ആണല്ലേ? പഠിക്കാ? ഈ സിനിമയില് ജയശ്രീ ആയിട്ട് ഭയങ്കര കമ്പനിയാണല്ലോ, പെങ്ങളായിട്ട്. ശരിക്കും ചേച്ചിയായിട്ട് നല്ല കമ്പനിയാ? കൂട്ടാണോ ചേച്ചിയായിട്ട്? നല്ല കൂട്ടാണോ? നമ്മളെ സിനിമയില് തൊമ്മിയും ടീനയും ഭയങ്കര കൂട്ടല്ലേ, അതുപോലെ ഗോപിയുടെ ചേച്ചിയും ഗോപിയും നല്ല കൂട്ടാണോ? ചേച്ചി ദൂരെയാണല്ലോ അല്ലെ? കുഞ്ഞിലെ ചെറുപ്പത്തിലെ ആണോ? ചേച്ചിയുടെ പേരെന്താ? മാളവിക വർമ്മ. ഓക്കെ, ചേച്ചി സിനിമ കാണുമല്ലോ അല്ലെ? പിന്നെ ഈ പറഞ്ഞ ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്യുന്ന ഒരു അനുഭവം പറയാമോ? കാരണം അതും പുള്ളിയുടെ ഒരു ഇൻവോൾവ്മെന്റിൽ തന്നെ. ഈ സിനിമയുടെ കഥ പറഞ്ഞ് സാറ് ഈ പടത്തിലേക്ക് ഇന്നായപ്പോ തൊട്ട് ഇതിന്റെ ഓരോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ആക്ച്വലി സിനിമയുടെ ക്ലൈമാക്സിലേക്ക് പറഞ്ഞൊരു ഫൈറ്റ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങള് ആധാരം ഇപ്പൊ ഓൾറെഡി പണയത്തിലാണ്. ഇനി നമ്മുടെ സുഹൃത്തുക്കളെ ആധാരം പണയം വെക്കണം. പുള്ളി കൺസീവ് ചെയ്തിരുന്നത് ഏകദേശം ഒരു 20-25 മിനിറ്റിന്റെ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ആണ്. അതെന്ന് പറഞ്ഞാ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മൊത്തം ജനങ്ങള് അട്രാക്ഷനും സ്കൂളിലേക്ക് വരുന്ന തരത്തിലേക്കുള്ള ഒരു പരിപാടിയാണ് പുള്ളി കൺസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ
നമ്മുടെ ഒരു സിനിമയുടെ ഒരു ബഡ്ജറ്റും സ്പേസ് ഒക്കെ ഉണ്ടല്ലോ. അതാണ് നമ്മൾ പാർട്ട് 2 വെച്ചിരിക്കുന്നത്, അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് പുള്ളി കാണിച്ചു തന്നൊരു വിഷൻ അല്ലെങ്കിൽ ഒരു വിഷ്വൽ പരിപാടി പിടിക്കണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് അതിന്റെ ബഡ്ജറ്റ് ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്ത വർഷം നമ്മൾ അതന്നെ ഒരു ട്രെയിലറാണ് ഇപ്പൊ ഇട്ടേക്കണത്. ഇതിന്റെ ഒരു അതാ ഇപ്പൊ ഇതില് ഓരോ സീക്വൻസ് ഇനിയും ഒരു 10-20-25 സീക്വൻസ് പുള്ളി നമ്മൾ ഇരുന്ന് പ്ലാൻ ചെയ്തത് എടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവരൊക്കെ ഫൈറ്റ് കമ്പോസ് ചെയ്യുന്നത് ഒരു 30 ദിവസം ഫൈറ്റാണേ അവിടെയൊക്കെ. നമുക്ക് ഒരു 25 ദിവസം കൊണ്ട് പടം തീർക്കണം, മനസ്സിലായില്ലേ? അതാ ആ വ്യത്യാസമുണ്ട്. അപ്പം പുള്ളി കൺസീവ് ചെയ്തൊരു ഫൈറ്റ് എടുക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 45-50 ഡേയ്സ് വേണം. 50 ദിവസത്തെ ചിത്രീകരണത്തിന്, അതും ആ സ്കെയിൽ ഓഫ് ചിത്രീകരണത്തിനുള്ളൊരു എന്താ പറയാ, നമ്മളെ കൊണ്ട് കഴിയുന്ന, എനിക്കും വിഷ്ണു ഉണ്ണികൃഷ്ണനും ഷെഫീഖിനും സുബൈറിനും റിയാസിനെയും കൊണ്ട് കഴിയുന്ന തരത്തില് ഈ സിനിമയിൽ ഒരുപാട് പേര് സഹകരിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ്. അപ്പം അതില് ഈ ഒരു 6-7 മിനിറ്റ് നിങ്ങൾക്ക് കണ്ണെടുക്കാതെ ഇരുന്ന് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ക്രെഡിറ്റും പുള്ളിക്കാണ്. പിന്നെ ഇതിൽ അഭിനയിച്ച ഓരോ കുട്ടികൾക്കും 100-300 പിള്ളേരുടെ ഒരു പ്രയത്നമുണ്ട്. സത്യം പറഞ്ഞാടോ, ഫസ്റ്റ് ഡേ ഇവർ വരുമ്പോഴൊക്കെ എന്ത് സുന്ദരനും സുന്ദരിമാരായിരുന്നു. ഇതിന്റെ ഷൂട്ടിംഗ് തീർന്നു പോകുന്ന ദിവസം ഇവരെ കണ്ടിട്ട് നമുക്ക് തന്നെ സങ്കടമായി പോയി. കാരണം വെച്ചാൽ രാവിലെ വെയിലത്തിറങ്ങി നിൽക്കുകയാണ് മക്കള്. 5 മണി വരെ, സൂര്യൻ താഴുന്നത് വരെ അവര് ഒരേ നിപ്പ. എത്ര ദിവസം എടുത്തു ക്ലൈമാക്സ് ഫൈറ്റ്? അത് പുറത്ത് പറയണോ? വേണ്ട. എന്ത് തോന്നുന്നു, എത്ര ദിവസം എടുത്തുണ്ടാവും? അങ്ങനെ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഫൈറ്റ് എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഐഡിയ ഒന്നും ഇല്ലല്ലോ. എന്നാലും ഒരു 7-8 ദിവസം ഒക്കെ എടുത്തിട്ടുണ്ടാവില്ലേ? അവിടെ ഫിക്സ് ചെയ്തോ. നമുക്കറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഫൈറ്റിന്റെ ഡേ 1 ലൊക്കേഷനിൽ ഞാനും വിഷ്ണു കൂടെ കാറിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങള് കാറിൽ നിന്ന് ഇറങ്ങാൻ പേടിയായി പോയി. കാരണം ആ സ്കൂൾ ഗ്രൗണ്ട് നമ്മുടെ ഫ്രെയിമിൽ കാണുന്നതിനേക്കാൾ വലിപ്പമുണ്ട്. അത് ഫ്രെയിം വെക്കുമ്പോ അതിന്റെ എഡ്ജ് ടു എഡ്ജ് ഒന്നും കിട്ടില്ലല്ലോ. ആ ഗ്രൗണ്ട് നിറച്ചും എക്യുപ്മെന്റ്സ് ആണ്. അത്രയും പ്രൊപ്പല്ലർ ഉൾപ്പെടെ, അതും 1-2 അല്ല, 6-7 പ്രൊപ്പല്ലർ. ഇതിന്റെ ഈ ക്യാമറയുടെ ഫ്രെയിമിന്റെ പിന്നിൽ നടക്കുന്ന ഒരു വലിയ പണിയുണ്ട് അതൊക്കെ. അപ്പൊ അത് നമ്മള് ഇത്രയും ദിവസം ഷൂട്ടിങ്ങിലേക്ക് കൊണ്ടുപോയി ഒരാൾക്കും ഒരു പരിക്കും കൂടാണ്ട്. ഗുണ്ടകൾക്ക് ഫൈറ്റേഴ്സിന് ഒക്കെ ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ അനുഭവിച്ചു. അതായത് മറ്റേ ശത്രുപക്ഷത്തുള്ളവര് അല്ലേ? ഓക്കെ. ഇതിലിപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സീനുണ്ട്. ഈ വീട്ടിലെ അടി കഴിഞ്ഞിട്ടൊരു വൃത്തിയാക്കൽ സീനുണ്ടല്ലോ. അത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. കാരണം അത് എടുക്കുമ്പോഴേ പറയും ഇന്ന് വരെ മലയാള സിനിമയിൽ നിന്നല്ല ലോക സിനിമയിൽ ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അത് കണ്ടപ്പോ അയ്യോ ശരി, ഇങ്ങനെ ഉണ്ടല്ലോ, സാധാരണ അടി നടന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമല്ലോ. അത് നമ്മൾ പക്ഷെ കണ്ടിട്ടില്ല. അത് ഈ എഴുതുമ്പോ തന്നെ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും. കാരണം നമ്മൾ ആ വീട് ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നത് തന്നെ അതിനു വേണ്ടിയാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് വേണം. ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ഭംഗിയുള്ള ഒരു വീട്. ആ വീട് ഉണ്ടെങ്കിലാണ് ഈ സീൻ വർക്ക് ആവുള്ളൂ. അപ്പൊ ആ വീട്ടിലെ സ്മിൻ ചേച്ചി ചെയ്ത ക്യാരക്ടർ ഉണ്ട്. അപ്പം ആ പുള്ളിക്കാരത്തി അതിന് ഇത്ര മനോഹരമായിട്ടാണ് അതിനെ കൊണ്ടുനടക്കുന്നത്. ഒരടി കഴിഞ്ഞിട്ട് ഇവര് കയ്യും കെട്ടി മാറി നിൽക്കണം നിപ്പുണ്ട്. അതായത് ഇവര് പൊന്നുപോലെ വളർന്ന ചെടിച്ചട്ടിയൊക്കെ വെറുതെ എടുത്ത് നശിപ്പിച്ചിട്ട്. അപ്പം ആ ഒരു അമ്മയുടെ ഒരു വികാരം ഉണ്ട് അവിടെ. അത് പിന്നെ നമുക്ക് മലയാളികൾ ഇത്തിരി പ്രശ്നമാണ് ലോജിക്കൊക്കെ. എനിക്ക് അവിടെ പിറ്റേഴ്സിന്റെ പോലെ കുറെ പൂത്തോട്ടവും ചെടിച്ചട്ടിയും കൊണ്ട് വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചടിക്കും ആൾക്കാർ. ഇതിപ്പോ കാണുമ്പോ അതില് ഒരു കൗതുകം ചെയ്യുന്നുണ്ട്. തല്ലാൻ ഇറങ്ങിയവര് തന്നെ ഇപ്പം വിഷ്ണുവാണെങ്കിൽ പോലും യൂണിഫോം ഇട്ട് ക്ലാസ്സിൽ പോണേലും ഒന്ന് വൃത്തിയാക്കണേണ് അവിടെ. അതുപോലെ തന്നെ ഈ സിനിമയിലെ റെപ്രസെന്റേഷൻ, ഈ കാസ്റ്റിംഗിലുള്ള ഒരു റെപ്രസെന്റേഷൻ ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര രസമായി തോന്നി. ഇപ്പൊ സൂരജ് ആവട്ടെ, ആ ഫ്രണ്ട്സ് ആവട്ടെ, അതിലെ മാഷ്മാരാവട്ടെ, പിന്നെ ബിജു സോപാനത്തിനെയൊക്കെ ഇത്രയും നന്നായി യൂട്ടിലൈസ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്റ്റൻഷൻ പോലെയല്ലേ കാണുക. പക്ഷെ അതൊക്കെ നല്ല രസമായി ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം പറയുന്നത് ദീപക്കേട്ടനാണ്. ദീപക്കേട്ടൻ ഈ സിനിമ കണ്ടിട്ട് ഫസ്റ്റ് വിളിച്ചിട്ട് ഫസ്റ്റ് പറഞ്ഞത്, എടോ ഇതിലെ കാസ്റ്റിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങള് അത് ബാക്ക് ബെഞ്ചേഴ്സ്, ആ ഹൈറ്റ് ഉള്ള വൈശാഖ് തൊട്ട് ഹൈറ്റ് ആ വൈഷ്ണവ് തൊട്ട് സൂരജ് വരെ അവരുടെ ഒരു ലൈനപ്പ്, കാർത്തിക്, വിഷ്ണു, നിങ്ങള് ഒരു
ഫ്രെയിം വെക്കുമ്പോൾ പോലും ഒരു മറ്റേ ചുണ്ടൻ വെള്ളത്തിന്റെ ഫീലാണ് ഫ്രെയിമിന്. ഞാൻ അങ്ങനെ അത് എത്ര അവരുടെ height അറിയില്ല. വെച്ചിട്ടല്ലേ? ഞാൻ എപ്പോഴും അവരെ കമ്പോസ് ചെയ്യുമ്പോൾ ഒരു ചുണ്ടൻ വെള്ളം പോലെയാണ്, ഇങ്ങേറ്റത്തുനിന്ന് അങ്ങേറ്റം വരെ ഒരു ചുണ്ടൻ വെള്ളം നിൽക്കണ ഫീലാണ് ഫ്രെയിം കമ്പോസ് ചെയ്തേക്കുന്ന പോലും. അപ്പം അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇപ്പം പിഷാരടി വന്നതാണെങ്കിലും സലിമേട്ടൻ, എനിക്ക് തോന്നുന്നു കുറെ നാളെ ശേഷമാണ് ഇത്ര എനർജിയിൽ സലിമേട്ടൻ പെർഫോം ചെയ്യുന്നത്. ഞാൻ ഇത് കാണിച്ചപ്പോൾ സലിമേട്ടൻ പറഞ്ഞു തരുന്നത്, എടാ ഭയങ്കര സന്തോഷം തോന്നുന്നു നമ്മുടെ പടത്തിൽ ഇത്ര എനർജിയിൽ ചെയ്യാൻ പറ്റിയതിൽ. അങ്ങനെ കുറേ ഇപ്പം ബിജു ചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ, ബിജു ചേട്ടൻ ഈ നാടകക്കളരി മറ്റേ ട്രിവാൻഡ്രത്ത് കാവാലൻ സാറിൻ്റെ കളരിയിൽ വന്നപ്പം പുള്ളി നാടകത്തിലൊക്കെ ചെയ്തിരിക്കുന്ന ഭയങ്കര ഹാർഷായിട്ടുള്ള ക്യാരക്ടേഴ്സ് അത് നമ്മൾ കണ്ടിട്ടില്ല നാടകമായതുകൊണ്ട്. നമ്മള് മറ്റേ ഉപ്പുമുളകിലെ ബാലുന്റെ നിങ്ങൾ പറഞ്ഞത് ശരിയാ, അതിന്റെ ഒരു എക്സ്റ്റൻഡ് വർഷം മാത്രമാണ് സിനിമകളിൽ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് അപ്പൊ ഞാൻ ഈ സിനിമ ഇന്നലെ കണ്ടിട്ട് ഞാൻ ബിജുന്റെ വൈഫിനോടും മോളോടും അവര് വന്നിട്ടുണ്ടായിരുന്നു പടം കാണാനായിട്ട്. ഞാൻ ചോദിച്ചു അച്ഛൻ ശരിക്കും ഇങ്ങനെയാണ്? അപ്പൊ അവര് പറഞ്ഞു, ചേട്ടാ മറ്റേ ആ ഒരു ഫൈറ്റ് സീക്വൻസിൽ അച്ഛൻ ഇങ്ങനെ മീനും പിടിച്ചോണ്ട് പുറത്തോട്ട് വന്നിരിക്കണല്ലേ, അങ്ങനത്തെ ഒരു പൊടി സൈക്കോണ് അച്ഛനെന്ന് മോള്. അതുണ്ട് അച്ഛാ, അതുണ്ട് ചേട്ടാ, ഇടക്കുണ്ടെന്ന്. ഇതിന്റെ ഈ സെക്കൻഡ് പാർട്ടിലും പീഠയും തന്നെയാണോ? അതൊന്നും ഞങ്ങൾ തീരുമാനിച്ചില്ല. ഐഡിയ എത്ര ഉണ്ടായുള്ളൂ. പുള്ളി പറയാൻ നടുവ് പ്രശ്നമുണ്ടോ? ചെറുതായിട്ട് ഇടിയ അതെന്നാ പറ്റിയതാ? അല്ല, അത് ഇന്നലെ തിയേറ്ററിൽ ഒരാള് പടം കണ്ടിറങ്ങിയ ആവേശത്തിൽ ഹഗ്ഗൊരു പ്രതീക്ഷയുള്ളൂ. പുള്ളി എടുത്ത് ഇറുക്കി പൊക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ എനിക്ക് സന്തോഷമായി, കാരണം അത്രയും പടം ഇഷ്ടമായിട്ടാണല്ലോ. പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോ എനിക്ക് തിരിയാൻ പറ്റുള്ള ഇവിടെ വിലങ്ങിയോ എന്തോ. ഓക്കെ, അപ്പൊ സെക്കൻഡ് പാർട്ടിന്റെ സ്ട്രക്ചർ ഒക്കെ ആയിട്ടുണ്ടോ അതോ? ഇല്ല, അതിന്റെ ഈ പറഞ്ഞ പോലെ ഫൈറ്റിന്റെ ഒരു സാധനം ഐഡിയ മാത്രം. ഇപ്പൊ ഇതില് നമ്മള് ഇങ്ങനെ ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ ഒട്ടും കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടി നമുക്ക് വേണ്ട. പ്രിപ്പയർഡ് ആണെന്ന് തോന്നാത്ത രീതിയിലുള്ള പക്ക സ്പോണ്ടേനിയസ് ആയിട്ട് ഫീൽ ചെയ്യണം എല്ലാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രത്യേകതകൾ ഈ ഫൈറ്റിലുണ്ട്. അങ്ങനെയാണ് ഇത് കൺസീവ് ചെയ്തതും പിടിച്ചതൊക്കെ. ഇതിന്റെ ഒരു അടുത്ത വെർഷൻ ഉണ്ട് പുള്ളി കൺസീവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പരിപാടിയാണ്. അതിലെ കുറെ സീക്വൻസുകളാണ് നേരത്തെ ചേട്ടൻ പറഞ്ഞത്. സംഭവം റെഡിയാണ്, അതെല്ലാം കൂടി ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ അതൊക്കെ ചെയ്യാൻ ഇരിപ്പുണ്ട്. അപ്പൊ ഇതൊന്ന് എങ്ങനെ വരും നോക്കിയിട്ട് വേണം അത് പിടിക്കാന്നാണ് വിചാരിച്ചത്. ഓക്കെ. ഓ, അപ്പൊ ഈ സിനിമ ആദ്യം കൺസീവ് ചെയ്യുമ്പോൾ 2 പാർട്ടായിട്ട് എടുക്കണം എന്നുള്ള ഒരു ചിന്തയില്ല? ഇല്ല, ഞങ്ങളെ ക്ലൈമാക്സ് ചിത്രീകരിക്കുന്നതിന് മുമ്പത്തെ മീറ്റിംഗിൽ സാറ് പീറ്റർ സാറും ഞാനും വിഷ്ണുവും കൂടി ഇരുന്നിട്ട് ഉണ്ടായ ഒരു 2 മണിക്കൂർ ചർച്ചയുണ്ട്. ആ ചർച്ച എന്ന് പറയുന്നത് അത്രയും വലിയൊരു പരിപാടിയാണ് പുള്ളി പറഞ്ഞത്, അതിന്റെ കൺസീവിങ് പരിപാടി പറഞ്ഞത്. പക്ഷെ അന്ന് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്, കാരണം അതിലേക്കൊക്കെ ഇത് നല്ല രീതിയിൽ ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ തുടർച്ചയായിട്ട് ഇപ്പൊ സാറ് ഇന്നലെ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ട് കേട്ടോ ചെയ്യാനായിട്ട്, അതൊക്കെ ഓഫർ ലെറ്റർ തന്നുകൊണ്ടാണ് ഞാൻ ഇത്രയത്തിൽ ഒതുക്കിയത്. ആ സാധനങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത് തരണം എന്ന് പുള്ളി പറഞ്ഞിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കളം ഇപ്പോഴും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നോർമലി ഇപ്പൊ ഒരു മലയാള പടത്തിലല്ലെങ്കിൽ ഇപ്പൊ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ ഒരു 10 ബസ് സ്കൂളിലാണ്. അപ്പൊ ഒരു 10 സ്കൂൾ ബസ് നിന്ന് കത്താം എന്നുള്ള സാധനം പ്ലാൻ ചെയ്യും. മാസ്റ്ററോടൊപ്പം തന്നെ നമ്മള് സാർ ഈ സ്കൂളിൽ ആകെ ഒരു ബസ്സേ ഉള്ളു, അതാവുമ്പോൾ പിന്നെ അതിൽ കൂടുതൽ ബസ് നിന്ന് കത്താൻ. അങ്ങനെയുള്ള തമാശകളൊക്കെ ഒരുപാട് വേറെ ഉണ്ട്. ഓക്കെ, ഇതിപ്പോ ഓൺലൈനിൽ ചില വിമർശനങ്ങൾ വരുന്നുണ്ട്. അതായത് കോതമംഗലത്തെ ഈ സ്പോർട്സ് സ്കൂളുകളെ ഭയങ്കരമായിട്ട് വേറെ രീതി കാണിക്കുന്നു. ഇപ്പൊ ഡ്രഗ്സിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നോ? ഞങ്ങൾ ഇതിന്റെ കഥ കോതമംഗലത്തെ മാർ എലിയാസ് എന്ന് പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പളും മാനേജ്മെന്റിന്റെ മുമ്പിൽ പറയേണ്ട ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിരുന്നു, പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് കിട്ടില്ലല്ലോ, ഇത്രയും ദിവസം ഷൂട്ട് ചെയ്യണല്ലോ. ഈ കഥ ഞാൻ ചെന്ന് അവരോട് പറഞ്ഞപ്പം അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, അത് സിൻസിയറായിട്ട് അവർ പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയേണ്ട കഥയാണ്. ഇവിടെ പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള ആളുകൾ പിള്ളേരെ സമീപിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോ അധ്യാപകരോട് ചോദിച്ചറിയോ? അതെ, അധ്യാപകരോട് ഇപ്പൊ അവരുടെ ഒരു സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് ഇത് ചെയ്യാന്നുള്ളത് അവരുടെ ലക്ഷ്യം കൂടിയാണ്. ഇപ്പൊ നമ്മളപ്പോ അതിനെടുത്ത് ഇങ്ങനെ കാണിച്ച് വെറുതെ ക്ലീശാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അതിനെ കുറിച്ചൊന്നും പറയാത്തത്. പക്ഷെ പടത്തിൽ വരുമ്പോ അത്
അതിന്റെ രീതിക്ക് എങ്ങനെ വന്ന് പൊക്കോളും. ഇത് ശരിക്കുള്ള കാര്യം തന്നെ, ഒരു തർക്കമില്ലാത്ത കാര്യം. അത് അന്വേഷിച്ചാൽ അറിയാൻ പറ്റുന്നേ. പിന്നെ സ്പോർട്സ് സ്കൂളുകൾ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ ഒരുപാട് ലോജിക്കും കാര്യങ്ങളും നോക്കുന്നതാണ്. വെറുതെ ഒരു നോർമൽ സ്കൂളിലെ പിള്ളേർ, ഇപ്പോൾ സ്പോർട്സ് സ്കൂളിലെ പിള്ളേർക്കൊക്കെ കുറച്ചും കൂടി ഒത്തൊരുമയും, അവിടുത്തെ പിള്ളേരിൽ ഒരുത്തനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി കയ്യും മെയ്യും മറന്ന് അതിലേക്ക് ഇറങ്ങുന്നു. അവരുടെ ആരോഗ്യം, ഇതുപോലെയുള്ള ആളുകളെ എതിർക്കാനുള്ള ഒരു ആരോഗ്യം, ഫിറ്റ്നസ്സൊക്കെ ഉള്ള ഒരു ടീം തന്നെ വേണം. എന്നാലേ ഇത് വിശ്വസനീയമാവുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ നഴ്സറി സ്കൂളിലെ പിള്ളേരുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ തന്നെ വേറെ ആംഗിളായിരിക്കും പറയുന്നത്. ഇപ്പൊ വിഷ്ണുവിന്റെ ബാക്കി എഴുത്ത് പരിപാടികളൊക്കെ എന്തായി? അത് ഉണ്ട്. ഞാനും ബിബിനും ഞങ്ങളുടെ അടുത്തൊരു പരിപാടി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങാറൊന്നുമില്ലേ? തുടങ്ങാറായിട്ടില്ല, എഴുത്ത് കഴിഞ്ഞിട്ടില്ല. ആണോ? ഞാനും ഒരു പടത്തിന്റെ അഭിനയിക്കാൻ പോയേക്കുമായിരുന്നു. ബിബിൻ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ വേറെ പടം അഭിനയിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങള് ഫ്രീ ആയി കഴിയുമ്പോ രണ്ടുപേരും ഒരുമിച്ച് ഫ്രീ ആകുമ്പോ പെട്ടെന്ന് മാറിയിരുന്നിട്ട് മോഹൻലാൽ പടമുണ്ട്, മമ്മൂട്ടി പടമുണ്ട് എന്നൊക്കെ ചർച്ചകളുണ്ട്. ഇതൊക്കെ ആരൊക്കെയോ പറഞ്ഞോണ്ടിരിക്കും. സത്യമില്ല. അപ്പൊ അടുത്ത പടം ആഗ്രഹങ്ങളാണ്. എന്നാലും അടുത്ത പടം ആരുടെ പടം അതൊന്നും എഴുതി കഴിഞ്ഞ് തീരുമാനിച്ചില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഗോപിയുടെ ഒരു പാട്ട് കേട്ടിട്ട് നിർത്തിയാലോ? അല്ലേ? ഏതെങ്കിലും പാട്ടുകാരാണ്, മിമിക്രി ചെയ്യും. അത് ശരി, മിമിക്രി ചെയ്യും. അതെന്തെങ്കിലും ചെയ്യാം. ഏതാണ്ട് ആരെയാണെന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടെ സെറ്റാണ്. എന്നാ വിഷ്ണുവിനെ കാണിക്കോ? വിഷ്ണു മോഹൻലാലിനെ മമ്മൂട്ടിനെ കാണിക്കും. അത് ഇഷ്ടമുള്ള കാണിക്കും. അതെ, ഇഷ്ടമുള്ള ആക്ടർ മമ്മൂട്ടി. ഓക്കെ. ഡയലോഗ് ആക്ഷൻ മാത്രമുള്ള ആശാമല്ലോ. മോഹൻലാലിന്റെ ആക്ഷൻ മാത്രമേ ഉള്ളൂ? ആണോ? നീ പോലെ മോനെ തിനിഷ. ഓക്കെ. ഇപ്പൊ പണ്ട് ടിക്ടോക്കില് ഭയങ്കര സജീവമായിരുന്നല്ലോ അല്ലെ? ഇപ്പൊ അത് ചെയ്യാറുണ്ടോ? റീലൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ലേ? അതെ, അല്ലാണ്ട് റീൽസ് ഒക്കെ ഇപ്പൊ സിനിമയുടെ തിരക്കാ. സെലിബ്രിറ്റി അല്ലേ? അതെ, ടിക്ടോക്ക് ഒക്കെ ചെയ്ത് സമയം കളയാനായിട്ട് അല്ലേ ഗോപി? ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചത് എനിക്ക് തോന്നുന്നു. ഞാൻ വന്നത് ഈ ക്യൂട്ട്നെസ് ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ല. രമേശന്റെ അടുത്ത് പറയുന്ന സാധനമാണല്ലോ, വിഷമിക്കണ്ട തരും. ചായ ചായ ആണല്ലേ? ഓക്കെ ഓക്കെ, കണ്ടോക്കട്ടെ. അപ്പൊ സിനിമ ഇനിയും ആളുകൾ കാണട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.